ഇപ്പൊ പറയുന്ന കേൾക്കുന്നില്ല. അതാരും ഇപ്പൊ പറയുന്നുണ്ടോ? ഇല്ലല്ലോ. എന്താണ് സർ കേൾക്കുന്നില്ലേ? അതിന് സൗണ്ട് കുറവുണ്ട്. മറ്റേ സാറ് സംസാരിക്കുന്നതിന് സൗണ്ട് ഉണ്ടായിരുന്നു. സജന മാമിന്റെ സൗണ്ട് കേൾക്കുന്നില്ല, കുറവുണ്ട് നന്നായിട്ട്. ആണല്ലേ? മാം ഒന്ന് ലെഫ്റ്റ് ആയിട്ടൊന്ന് കയറി നോക്കിയേ. ഓക്കെ ഓക്കെ. റീസൺ സാറേ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഹലോ, ഗുഡ് ഈവനിങ്. ഞാനിവിടെ ഒരു കല്യാണത്തിന്റെ ഒരു ഇതിലുള്ളത്. കല്യാണം, മാരേജിന്റെ ഒരു പാർട്ടിയിലുള്ളത്. ഏതായാലും ഞാൻ കേൾക്കുന്നുണ്ട്. ഞാനത് മൈക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഒരു പാർട്ടിയും വിടരുത് സാറേ, എല്ലാത്തിനും പോകണം. സജന മാം കേൾക്കുന്നില്ലല്ലോ, പറഞ്ഞ സംസാരിച്ച സജന മാം. കേൾക്കുന്നില്ലേ സർ? ഒട്ടും കേൾക്കുന്നില്ലേ? ഇല്ല, വോയിസ് കേൾക്കണില്ല. ആണോ? ഇയർഫോൺ ഒന്നുകൂടി കുറഞ്ഞതുപോലെ തോന്നുന്നത്. ഇയർഫോൺ ഡിസ്കണക്ട് ചെയ്ത് നോർമലി സംസാരിക്കേ. ഇയർഫോൺ ഡിസ്കണക്ട് ചെയ്ത് സംസാരിച്ചേ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കുറച്ച് നേരത്തെക്കാളും ഉഷാറാണ്. ആണോ? എനിക്കൊരു ഇയർഫോണിന്റെ ഇഷ്യൂ ആയിരിക്കും ചിലപ്പോ. എന്നാലും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ക്ലാസ്സിലാണല്ലോ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണിപ്പോൾ ഈ ഒരു ഇപ്പോഴത്തെ ഒരു ഡിജിറ്റൽ വേൾഡിൽ ഹാൻഡ് റൈറ്റിങ്ങിന് എന്താണ് ഇമ്പോർട്ടൻസ് കുറഞ്ഞെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആർക്കെങ്കിലും അങ്ങനെ ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ? അതായത് നമ്മളെല്ലാവരും ഇപ്പോൾ ചെയ്യുന്നത് എന്താണ്, ടൈപ്പിംഗ്, മൊബൈലിലായാലും ലാപ്പിലായാലും ഒക്കെ ടൈപ്പിംഗ് ആണല്ലേ. നമ്മൾ ഹാൻഡ് യൂസ് ചെയ്തിട്ടുള്ള റൈറ്റിംഗ് ഇപ്പോൾ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനൊരു ഫീല്, അതുകൊണ്ട് ഹാൻഡ് റൈറ്റിങ്ങിന് ഇമ്പോർട്ടൻസ് കുറവാണെന്ന് ആർക്കെങ്കിലും അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടോ? ഇല്ല. കേൾക്കുന്നുണ്ടല്ലോ, പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ. കേൾക്കുന്നുണ്ട്. ഇങ്ങോട്ടും സൗണ്ട് കുറവാണ് സാർ കേൾക്കുന്നത്. ആണോ? ഓക്കെ. അറിയില്ല, മൊബൈലിന്റെ ഇഷ്യൂ ആണോ അറിയില്ല. അപ്പോൾ എന്താണ് ഈ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കുറേ ഇങ്ങനെ ലെറ്റേഴ്സ് ഇങ്ങനെ ഒരു പേപ്പറിൽ ഇങ്ങനെ പുട്ട് ചെയ്യുന്നത് മാത്രമല്ല അല്ലേ. ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ഇമ്പ്രൂവ് ആവുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഹാൻഡ് കൊണ്ട് റൈറ്റിംഗ് ചെയ്യാന്നുള്ളത് ഇപ്പോഴത്തെ ഈ ഒരു ഡിജിറ്റൽ വേൾഡിലൊക്കെ നമ്മൾ ഭയങ്കര കുറവാണ് ഹാൻഡ് റൈറ്റിംഗ്. അപ്പം എൻ്റെ അടുത്ത് പലരും ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ അഡൾട്ട്സ് ആയാലും ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ ഭയങ്കര മോശമായിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് ഉള്ളവർ എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും പ്രാക്ടീസ് വേണം. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു സയൻറ്റിഫിക് മെത്തേഡൊക്കെ വെച്ചിട്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ പറയും പ്രാക്ടീസ്, അതാണ് പ്രശ്നം, എഴുതുന്നില്ലല്ലോ, അതാണ് പ്രശ്നം എന്ന് പറയും. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഈ ഒരു വെറുതെ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ ലെറ്ററുകൾ ഇങ്ങനെ പേപ്പറിൽ പുട്ട് ചെയ്യുന്നത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഹാൻഡ് റിട്ടൺ കൊണ്ട് ഇമ്പ്രൂവ് ആവുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളിലായാലും ചെറിയ കുട്ടികളിലായാലും ഫൈൻ മോട്ടോർ സ്കിൽസ് ഇമ്പ്രൂവ് ആവുന്നുണ്ട്. അതായത് നമ്മളുടെ ഫിംഗറിൻ്റെ സ്ട്രെങ്ത്തും കൺട്രോളൊക്കെ ഇമ്പ്രൂവ് ആവുന്നത് നമ്മൾ ഹാൻഡ് വെച്ചിട്ട് എഴുതുമ്പോൾ. അതുപോലെ നമ്മുടെ ഹാൻഡ് ഐ കോർഡിനേഷൻ
ഇമ്പ്രൂവ് ആവുന്നതും നമ്മൾ ഹാൻഡ് കൊണ്ട് എഴുതുമ്പോഴാണ്, അല്ലെ ഹാൻഡ് ഐ കോർഡിനേഷൻ. പിന്നെ നമ്മൾക്കൊരു ഡിസിപ്ലിനും ഒരു കോൺസെൻട്രേഷനൊക്കെ ഇമ്പ്രൂവ് ആവുന്നതും നമ്മൾ ഹാൻഡ് റൈറ്റിങ്ങിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതൊന്നും അപ്പോൾ ചെയ്യുമ്പോഴൊന്നും ഇത് നമ്മൾക്ക് കിട്ടൂല. ഈ ഫൈൻ മോട്ടോർ സ്കിൽസ്, ഹാൻഡ് ഐ കോർഡിനേഷന്, ഡിസിപ്ലിന് ആൻഡ് കോൺസെൻട്രേഷനൊക്കെ നമ്മൾ ഹാൻഡ് കൊണ്ട് എഴുതുമ്പോഴാണ് കിട്ടുന്നത്. അപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എഴുത്ത് കുറവായാലും കൂടി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ചെറിയ ക്ലാസ്സിൽ വരുന്ന കുട്ടികളിലായാണ് മെയിനായിട്ട് ഞാൻ ഈ പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു KG തൊട്ട് ആ ഒരു 4th ഗ്രേഡ് വരെയുള്ള കുട്ടികളിൽ നിന്നൊക്കെ പറയുന്നത് ഹാൻഡ് റൈറ്റിംഗ് കൊണ്ടുള്ള ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫൈൻ മോട്ടോർ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യും. ഫിംഗറിൻ്റെ സ്ട്രെങ്ത്തും കൺട്രോളൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെ അവരുടെ ഒരു ഹാൻഡ് ഐ കോർഡിനേഷൻ ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ ആ ഒരു ഡിസിപ്ലിനും ഫോക്കസ്, കോൺസെൻട്രേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മൾ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഹയർ ക്ലാസ്സുകളിലേക്ക് വരുമ്പോഴായാലും ഹാൻഡ് റൈറ്റിംഗ്, അതായത് ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു അക്കാദമിക് ലെവലിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത്, അല്ലേ. ഇപ്പം നമ്മൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസുകളൊക്കെ വരുമ്പോഴെന്താണ് നമ്മളുടെ ഹാൻഡ് റൈറ്റിങ്ങും സ്പീഡും ഭയങ്കര ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പിന്നെ എക്സാംസിലായാലും ഇപ്പോൾ ലോങ് ആയിട്ടുള്ള ആൻസേഴ്സുകളൊക്കെ എഴുതും, എസ്സേ പോലത്തെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ആൻസേഴ്സുകളൊക്കെ നമ്മൾ എഴുതുമ്പോഴും എന്താണ് നമ്മുടെ റൈറ്റിങ്ങിൻ്റെ ആ ഒരു എഴുതുന്നത് നമുക്ക് ക്ലിയർ ആയിരിക്കണം. അതുപോലെ അതിൽ സ്പീഡും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പോൾ വലിയ ക്ലാസ്സിലെ കുട്ടികൾക്കായാലും ഒരുപാട് കാര്യങ്ങൾ, കോമ്പറ്റേറ്റീവ് എക്സാംസിനായാലും ഡിസ്ക്രിപ്റ്റീവ് ആൻസേഴ്സ് എഴുതേണ്ടി വരും. പിന്നെ പ്രാക്ടിക്കൽ റെക്കോർഡുകൾ, അസൈൻമെൻറ്റുകൾ, ഇതൊക്കെ എഴുതുമ്പോൾ നമുക്ക് ഹാൻഡ് റൈറ്റിംഗ് ആ ഒരു അക്കാദമിക് ലെവലിൽ വരുമ്പോൾ ഭയങ്കര, എഡ്യൂക്കേഷൻ ലെവലിൽ വരുമ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇപ്പോൾ എഴുത്ത് കുറവാണെങ്കിലും കൂടെ ആ ഒരു ലെവലിലൊക്കെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അല്ലേ. അപ്പം നമ്മൾക്ക് എപ്പോഴും നമ്മൾ ഒരു ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മെയിനായിട്ട് നമ്മൾക്ക് അതിൻ്റെ ഒരു ലെജിബിലിറ്റി കീപ്പ് ചെയ്യണം. എന്താണ് ഈ ലെജിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ എഴുതിയ കാര്യം വേറൊരാൾ നമ്മളുടെ പേപ്പർ നോക്കുമ്പോൾ അയാൾക്കത് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, ക്ലിയർ ആയിരിക്കണം, വായിക്കുമ്പോഴത് റീഡബിൾ ആയിരിക്കണം. അതാണ് ഈ ലെജിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ വേണം, ലെജിബിലിറ്റി ഉണ്ടാവുകയും വേണം, അതോടൊപ്പം തന്നെ സ്പീഡും ഉണ്ടായിരിക്കണം. എന്നാലാണ് നമുക്ക് നല്ലൊരു ഹാൻഡ് റൈറ്റിംഗ് സ്കില്ല് ഉണ്ടെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ലെജിബിലിറ്റി ഉണ്ടായിരിക്കണം, പിന്നെ സ്പീഡും ഉണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ അഡൽട്ട്സൊക്കെ ആയാലും ഭയങ്കര റൈറ്റിംഗ് ഭയങ്കര കുറവാണ്, ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര കുറവാണ്, അല്ലേ. പിന്നെ നമ്മൾ വല്ല ജേണലൊക്കെ എഴുതുന്നവർക്ക് ആയാലും ഒക്കെയാണ് നമ്മൾ ഈ ഹാൻഡ് റൈറ്റിംഗ് ഉള്ളത്. അല്ലെങ്കിൽ ഇപ്പോൾ ഭയങ്കര കുറവാണ് നമ്മൾ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഈ നമ്മൾ ഈ മൊബൈലിലോ ലാപ്പിലോ അങ്ങനെയൊക്കെ എഴുതുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റർ ആയിരിക്കും, ഇറേസ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ സിമ്പിളായിരിക്കും. പക്ഷേ ഹാൻഡ് റിട്ടൺ എന്ന് പറയുമ്പോൾ അതിനേക്കാളും കുറച്ച് സ്ലോ ആയിരിക്കും. പക്ഷെ നമ്മളുടെ തിങ്കിങ്ങും ലേണിംഗ് ഒക്കെ ഭയങ്കര ഡീപ്പായിരിക്കും നമ്മൾ ഹാൻഡ് കൊണ്ട് എഴുതുമ്പോൾ. അതുപോലെ തന്നെ മെയിൻലി നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ നമ്മളുടെ ഐയും ഫിംഗേഴ്സും മാത്രമാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലേ. പക്ഷേ നമ്മൾ എന്താണ് ഹാൻഡ് കൊണ്ട് എഴുതുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബ്രെയിൻ ആക്ടിവേറ്റ് ആവണം, ബ്രെയിനിൻ്റെ ഒരുപാട് ഏരിയാസ് ആക്ടിവേറ്റ് ആവുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇമാജിനേഷൻ, വെറുതെ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ഇമാജിനേഷൻ ഒന്നും ഇമ്പ്രൂവ് ആവുന്നില്ല. പക്ഷേ ഹാൻഡ് കൊണ്ട് എഴുതുമ്പോൾ ആ ഒരു റിതം, ആ ഒരു ഫ്ലോ, നമ്മുടെ ക്രിയേറ്റിവിറ്റി, അതുപോലെ തന്നെ ഇമാജിനേഷനൊക്കെ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു ഡിജിറ്റൽ റൈറ്റിങ്ങും ഹാൻഡ് റൈറ്റിങ്ങും തമ്മിലുള്ള മെയിനായിട്ടുള്ള വ്യത്യാസങ്ങളെന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഹാൻഡ് റിട്ടൺ എന്ന് പറയുന്നത് നമ്മൾക്ക് അഡൽട്ട്സിനായാലും ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് ഇപ്പോൾ കുട്ടികളിലാണെങ്കിൽ മെയിനായിട്ട് കോമൺ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഹാൻഡ് റൈറ്റിങ്ങിന് വരുന്ന മെയിനായിട്ട് കുട്ടികളിൽ കാണുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് അവർ റോങ് ആയിട്ടുള്ള പെൻസിൽ ഗ്രിപ്പാണ്. അതായത് പെൻസിൽ പിടിക്കുന്നത് ചെറിയ ക്ലാസ്സിലേ തൊട്ട് ചില കുട്ടികൾ കറക്റ്റ് അല്ലാണ്ടായിട്ടിരിക്കും. അതായത് ചില കുട്ടികൾ ഭയങ്കര ടൈറ്റായിട്ടൊക്കെ പിടിക്കും, പിന്നെ എല്ലാ ഫിംഗറും വെച്ചിട്ടൊക്കെ എഴുതുന്നവരുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ കാണുമ്പോൾ തന്നെ അതൊന്ന് കറക്റ്റ് ചെയ്യിക്കണം. നമ്മൾ അവരുടെ ആ ഒരു ഫിംഗർ പിടിക്കുന്ന രീതി കൊണ്ട് ഹാൻഡ് റൈറ്റിങ്ങിൽ തന്നെ ഭയങ്കര വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അത് അവരുടെ ഹാൻഡ് റൈറ്റിങ്ങിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതായത് പെൻസിൽ ഗ്രിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ കൂടുതൽ ഇത് ചെയ്യുന്ന ഒരു ഗ്രിപ്പ് എന്ന് പറയുന്നത് ട്രൈപോഡ് ഗ്രിപ്പാണ്. ട്രൈപോഡ് ഗ്രിപ്പ് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? നമ്മളൊക്കെ ട്രൈപോഡ് ഗ്രിപ്പൊക്കെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആരും ട്രൈപോഡ് ഗ്രിപ്പാണെന്നൊന്നും പറഞ്ഞു തന്നിട്ടല്ല, നമ്മളൊക്കെ ആ ഒരുവിധം ആൾക്കാർ അത് തന്നെയാണ്. എന്നാലും ചെറിയ കുട്ടികൾ അറിയാണ്ട് എന്താണ് വേറെ ഫിംഗേഴ്സൊക്കെ വേറെ രീതിയിലൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യും. ട്രൈപോഡ് ഗ്രിപ്പ് എന്താണെന്ന് അറിയോ?
അറിയാം. 3 വിരല്, അതായത് തള്ള വിരല്, ചൂണ്ടുവിരല്, പിന്നെ അതിന്റെ അടുത്ത വിരലിൽ സപ്പോർട്ട്. ഓക്കെ ഓക്കെ. അപ്പൊ അതായത് നമ്മളുടെ 3 ഫിംഗേഴ്സ് ആണല്ലേ നമ്മ അതിൽ ട്രൈപോഡ് ഗ്രിപ്പിൽ നമ്മുടെ തമ്പ് ഫിംഗർ, തള്ള വിരല്, പിന്നെ ഇൻഡെക്സ് ഫിംഗർ, ചൂണ്ടുവിരല്, പിന്നെ മിഡിൽ ഫിംഗർ. അതിൽ തള്ളവിരലും അതായത് നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ, തമ്പ് ഫിംഗറും ഇൻഡെക്സ് ഫിംഗറും യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ പെൻസിൽ പിടിക്കുക. മിഡിൽ ഫിംഗർ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഒരു പെൻസിൽ അല്ലെങ്കിൽ ആ പെന്നിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് വെക്കുന്നത്, മിഡിൽ ഫിംഗർ വെക്കുന്നത്. അതിന്റെ ഒരു പിക്ചർ കാണിക്കാം. ഇതാണ് ആ ഒരു കാണുന്നുണ്ടോ? കാണുന്നില്ല. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? സ്ക്രീനിന്റെ ആദ്യം ഒന്ന് വന്നു, പിന്നെ കാണുന്നില്ല. കാണുന്നുണ്ട്. ആണോ? ഓക്കെ, കാണുന്നുണ്ടല്ലേ? ഇതാണ് ആ ഒരു കറക്റ്റ് പെൻസിൽ ഗ്രിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കുട്ടികൾ ഇത് അവരുടെ ആ ഒരു ഗ്രിപ്പ് ശരിയായിട്ട് പിടിക്കേണ്ടതുണ്ട്. അപ്പൊ ഇത് ശരിയായിട്ട് പിടിച്ചില്ലെങ്കിൽ എന്താ ഉണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാല് പെയിൻ ഉണ്ടാവും, ഫിംഗറിന് പെയിൻ ഉണ്ടാവും, പിന്നെ ഒരു കൺട്രോൾ കുറവായിരിക്കും. നമ്മൾ ശരിക്കും ആ ഒരു പെൻസിൽ കറക്റ്റ് പിടിച്ചില്ലെങ്കിൽ കൺട്രോൾ കുറവായിരിക്കും. പിന്നെ നമ്മുടെ റൈറ്റിംഗ് ഒക്കെ ഭയങ്കര മെസ്സി ആയിട്ടായിരിക്കും ഉണ്ടാവുക, കറക്റ്റ് പെൻസിൽ ഗ്രിപ്പ് വന്നിട്ടില്ലെങ്കിൽ. അപ്പൊ ഏറ്റവും കൂടുതൽ ഐഡിയൽ ആയിട്ടുള്ള ഒരു ഗ്രിപ്പ് എന്ന് പറയുന്നത് ഈ ടൈപ്പോഡ് ഗ്രിപ്പ് എന്നുള്ളതാണ്. തം ഫിംഗറും ഇൻഡെക്സ് ഫിംഗറും പിന്നെ മിഡിൽ ഫിംഗർ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ പിക്ചറിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇതുപോലെ തന്നെയാണ് നിങ്ങൾ എല്ലാവരും പിടിക്കുന്നത്. ഓക്കെ ഓക്കെ. എന്തായാലും ഒരുവിധം എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ നോർമലി ഇതിങ്ങനെ പിടിച്ച് വരും. അപ്പൊ ചിലരെങ്കിലും ഇങ്ങനെ കറക്റ്റ് ഗ്രിപ്പ് ശരിയാവാണ്ട് കാണാറുണ്ട്. പിന്നെന്ന് വെച്ചാൽ ചെറിയ കുട്ടികളിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മാറ്റം കൊണ്ടുവരാനായിട്ട് പറ്റും. അഡൽട്സിലൊക്കെ ആയിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഒരുപാട് കാലങ്ങളായി എഴുതാൻ തുടങ്ങിയിട്ടല്ലേ, അപ്പൊ പെട്ടെന്ന് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. അപ്പൊ ഇതാണ് കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ട് റൈറ്റിങ്ങിന് നമ്മൾ സഹായിക്കുന്നത്, അതുപോലെ തന്നെ സ്പീഡിൽ എഴുതാനായിട്ടും ഒക്കെ സഹായിക്കുന്നത്. അല്ലെങ്കിൽ ഉണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ഫിംഗർ പെൻസിലുമ കൂടി വരുന്നത് ഞാൻ പിടിക്കാം. മിഡിൽ ഫിംഗർ പെൻസിലുമ കൂടി അല്ലേ? അപ്പൊ ഇതിൽ പക്ഷെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ഫിംഗർ ഒരു സപ്പോർട്ട് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് ആ റെസ്റ്റ് ചെയ്യണം, മിഡിൽ ഫിംഗർ ഒരു റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പെൻസിലിന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു മിഡിൽ ഫിംഗർ. ആ ഒരു രീതിയിലാണ് ട്രൈപോഡ് ഗ്രിപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ ഇങ്ങനെ ഒരു ഗ്രിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നല്ല സ്പീഡിൽ എഴുതാനായിട്ടും പെട്ടെന്ന് ഒരുപാട് എഴുതാനായിട്ട് പെട്ടെന്ന് കൈ കഴിക്കൂല ഈ ഒരു ട്രൈപോഡ് ഗ്രിപ്പ്. അപ്പൊ നമ്മളുടെ മക്കളൊക്കെ, ചെറിയ മക്കളൊക്കെ ഇങ്ങനെ എഴുതി തുടങ്ങുന്ന കുട്ടികളൊക്കെ ആയാലും നമ്മൾ അതൊന്ന് ഗ്രിപ്പ് ഒന്ന് കറക്റ്റ് ആക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കാം. അപ്പൊ ഈ പിക്ചർ പിന്നെ കുറച്ച് കയറ്റി പിടിച്ച പോലെ തോന്നുന്നു. ഇത്ര കണ്ട് കയറ്റി പിടിക്കണോ പെൻസില്? ഈ പിക്ചറിൽ ഭയങ്കരമായിട്ട് മേലേക്ക് കയറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പൊ പെൻസിൽ പിടിക്കുമ്പോ ഒരുപാട് താഴ്ത്തിക്കും വരാൻ പാടില്ല, ഒരുപാട് മേലേക്കും കയറ്റി പിടിക്കാൻ പാടില്ല. ആ ഒരു രീതിയിലാണ്. ഇതിലും ഈ ഒരു പിക്ചറിൽ കാണുമ്പോൾ ഒരുപാട് പെന്ന് ഫിംഗർ കയറ്റി പിടിച്ച പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ ശരിക്കും നമ്മള് ഭയങ്കരമായിട്ട് താഴ്ത്തിക്ക് ഇറക്കാനും പാടില്ല, ഭയങ്കരമായിട്ട് മേലേക്ക് കയറ്റാനും പാടില്ല. അപ്പോഴും എന്താണ് സ്പീഡിൽ പിടിക്കുന്നല്ലേ? അതെ അതെ, കുറച്ചുകൂടെ താഴത്തേക്ക് ഇറക്കിയിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴാണ് നന്നായിട്ട് റൈറ്റിംഗ് ഒക്കെ പറ്റുക. പിന്നെ അടുത്തെന്ന് പറയുന്നത് നമ്മളുടെ പിന്നെ വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂവർ സിറ്റിംഗ് പോസ്റ്ററാണ്. അപ്പൊ നമ്മുടെ പോസ്റ്റർ കറക്റ്റ് ആയിട്ട്, അതായത് ഇപ്പൊ നമ്മള് ചിലർ കാണാം, ഇപ്പൊ കുട്ടികളൊക്കെ തന്നെ കാണാൻ ഇങ്ങനെ എന്താണ് ശരിക്കും അല്ലാണ്ട് ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് ഒരു സൈഡിലേക്ക് മുഴുവൻ ആ ഒരു ഇത് കൊടുത്തിട്ട് ഇങ്ങനെ പിടിക്കും. പിന്നെ അതുപോലെ തന്നെ ഡെസ്കിൽ ഇങ്ങനെ കിടന്നിട്ട് എഴുതും, പിന്നെ ഇങ്ങനെ വളഞ്ഞു കൂടിയിരുന്നിട്ട് എഴുതും. അപ്പൊ അങ്ങനെയൊന്നും എഴുതരുത്. നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ഇരുന്നിട്ട് എഴുതുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റുക. അതായത് നമ്മളുടെ ആ ഒരു പോസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഹാൻഡ് മൂവ്മെന്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ സ്ട്രൈറ്റ് ആയിട്ട് ഇരുന്നിട്ട് എഴുതാന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്താ ഉണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ വളഞ്ഞൊക്കെ എഴുതുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെക്ക് പെയിനും ഷോൾഡർ പെയിനൊക്കെ ഉണ്ടാവാനും പിന്നെ നമ്മുടെ കോൺസെൻട്രേഷൻ, അപ്പൊ അതുവഴി കോൺസെൻട്രേഷൻ കുറയാനും ചാൻസ് ഉണ്ട്.
പിന്നെ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്ന സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കൈയുടെ മുട്ട് തുടങ്ങിയുള്ള ഭാഗം മൊത്തം നമ്മുടെ ഡെസ്കിൽ വരണം എന്നാണ്. അതായത് നമ്മൾ എഴുതുന്ന സമയത്ത് കൈയുടെ മുട്ട മുതൽ ചിലർ ഹാൻഡിൻ്റെ ആ ഒരു ഇത് മാത്രമായിരിക്കും ഉണ്ടാവുക കയ്യിലുണ്ട്. അപ്പോൾ മുട്ട മുതലുള്ള ആ ഭാഗം മൊത്തം നമ്മളുടെ എഴുതുന്ന ആ ഒരു ഡെസ്ക് അതിൽ വരുമ്പോഴാണ് ശരിക്കും നമുക്ക് കൂടുതൽ സ്പീഡിലൊക്കെ അധികം നേരമൊക്കെ എഴുതാനായിട്ട് പറ്റുക. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് എപ്പോഴും ഇരിക്കുക, വളഞ്ഞിരിക്കാണ്ട് ഒക്കെ എഴുതാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സിറ്റിംഗ് പോസ്റ്റർ എന്ന് പറയുന്നത് അത് ഹാൻഡ് മൂവ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ഒരുപാട് നോട്ട്ബുക്ക് നമ്മളുടെ അടുത്തേക്ക് ഭയങ്കര പേപ്പർ ഒരുപാട് ക്ലോസ് ആക്കി വെക്കാനും പാടില്ല, പിന്നെ ഒരുപാട് ഫാറാക്കിയിട്ട് വെക്കാനും പാടില്ല. ഇതാണ് രണ്ടാമത്തെ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പെൻസിലിൻ്റെ ഗ്രിപ്പ് ശ്രദ്ധിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ സിറ്റിംഗ് പോസ്റ്റർ ശ്രദ്ധിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പിന്നെ നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോട്ട്ബുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ടിൽറ്റ് ചെയ്തിട്ട് വെക്കുക എന്നുള്ളതാണ്. സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുന്നേക്കാളും ഇതുപോലെ, അതായത് ഒരു ഇപ്പോൾ റൈറ്റ് ഹാൻഡ് കൊണ്ട് എഴുതുന്നവരാണെങ്കിൽ കുറച്ച് ലെഫ്റ്റിലേക്ക്, പിന്നെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എഴുതുന്നവരുണ്ടായിരിക്കും അല്ലേ, അപ്പോൾ അത് റൈറ്റിലേക്കാണ് അത് ചരിച്ച് വെക്കേണ്ടത്. സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ നോട്ട് ബുക്ക് വെക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഴുത്തിൻ്റെ ഭംഗിയും കുറയും, പിന്നെ സ്പീഡും കുറയും. അപ്പം മക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ചരിച്ച് വെക്കുക നോട്ട് ബുക്ക് അല്ലെങ്കിൽ പേപ്പർ. സ്പീഡിൽ എഴുതാനായിട്ട് നമുക്ക് എപ്പോഴും ഈ ഒരു നോട്ട് ബുക്ക് അല്ലെങ്കിൽ പേപ്പറിനെ ചരിച്ച് ഇതുപോലെ വെക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് ചരിച്ചല്ല, ഒരു 45 ഡിഗ്രി ആംഗിളിലൊക്കെ ഇങ്ങനെ ചരിച്ച് വെക്കാം. ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യണവർ റൈറ്റിലേക്ക് ചരിക്കുക, റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്യുന്നവർ ലെഫ്റ്റിലേക്ക് ചരിക്കുക. അതാണ്. അപ്പോൾ ആ ഒരു ടൈറ്റ് നോട്ട്ബുക്കിൻ്റെ ആ ഒരു വെക്കണ ആ ഒരു പേപ്പർ വെക്കണ ആ ഒരു രീതി അങ്ങനെയാണ് നമുക്ക് സ്പീഡിൽ എഴുതാൻ വേണ്ടിയിട്ടുള്ളത്. ഇതൊക്കെ ഓരോ ടിപ്പുകളാണ് നമുക്ക് റൈറ്റിങ്ങിൻ്റെ സ്പീഡ് കൂട്ടാനും അതുപോലെ നമ്മുടെ അക്ഷരങ്ങളൊക്കെ ഭംഗിയായിട്ട് വരാനുമായിട്ടുള്ളത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ഷരങ്ങൾ നമുക്ക് കാണുമ്പോൾ ഇത് പേപ്പർ കാണുമ്പോൾ നമുക്ക് നല്ലൊരു ഭംഗി തോന്നണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലെറ്ററൊക്കെ കറക്റ്റ് നല്ലൊരു ഇതിൽ അതിൻ്റെ ആ ഒരു അലൈൻമെൻറ്റ് കറക്റ്റ് ആയിരിക്കണം. അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് അപ്സ്ട്രോക്ക് അപ്പായിട്ട് ഡൗൺ ആയിട്ട് നമ്മൾ എഴുതുക അല്ലേ. അപ്പായിട്ട് എഴുതുന്ന ലെറ്റേഴ്സ് ഏതൊക്കെയാണ് നമ്മൾ, അതായത് നമുക്ക് വേണമെങ്കിൽ പറയാം ഹെഡുള്ള ലെറ്റേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഏതൊക്കെയാണ് ഹെഡുള്ള ലെറ്റേഴ്സ്? അതായത് ചില ലെറ്ററിന് ടെയിലാണ്, ചില ലെറ്ററിന് ഹെഡാണ്. അല്ലെങ്കിൽ ടെയിലുള്ള ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? ഡൗണിലേക്ക് നമ്മൾ എഴുതുന്ന ലെറ്റേഴ്സ് അതെ വൈ, ജി, ജെ, പി, ക്യു, വൈ അതൊക്കെയാണ് അല്ലേ ഡൗണിലേക്ക് എഴുതാ. പിന്നെ അപ്പായിട്ട് എഴുതുന്ന ലെറ്റേഴ്സ് ബാക്കിയുള്ള കുറെ ലെറ്റേഴ്സ് അപ്പായിട്ട് തന്നെ എഴുതാം. അതിപ്പോൾ ബാക്കിയുള്ള ബി, പിന്നെ ഡി, എച്ച് അതൊക്കെ അപ്പായിട്ട് എഴുതുന്ന ലെറ്റേഴ്സാണ്. അപ്പം ഇങ്ങനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ലെറ്റേഴ്സ് തന്നെ അപ്പുണ്ട് ഡൗണുണ്ട്. അതായത് ഹെഡുള്ള ലെറ്റേഴ്സ് ഉണ്ട്, ടെയിലുള്ള, അതൊക്കെ കറക്റ്റ് അലൈൻമെൻ്റ് ഒക്കെ കറക്റ്റ് ആയിരിക്കുക എന്നുള്ളത് ആ ഒരു നമ്മുടെ ആ എഴുതിയേക്കണത് കാണുമ്പോൾ എന്താണ് അതിൻ്റെ ആ ഒരു ഇതിന് ഹാൻഡ് റൈറ്റിംഗ് ആ ഒരു നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് കാണുമ്പോൾ അതൊക്കെ ഭംഗിയായിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ ഈ അലൈൻമെൻറ്റ് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആയാലും നമ്മൾ ടീച്ചേഴ്സൊക്കെ ആയാലും ആ ഒരു അലൈൻമെൻറ്റ് കറക്റ്റായിട്ട് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ ശരിക്കും 3 ടൈപ്പ് ലെറ്റേഴ്സാണ് വരുന്നത്. ബോഡി ലെറ്റേഴ്സ്, പിന്നെ അപ്പായിട്ട് എഴുതുന്ന അപ്പ് സ്ട്രോക്ക് ലെറ്റേഴ്സ് ഉണ്ട്, ഡൗൺ സ്ട്രോക്ക് ലെറ്റേഴ്സ് ഉണ്ട്. ബോഡി ലെറ്റേഴ്സ് എന്ന് പറയുന്നത് അതിന് ഹെഡും ടെയിലും ഇല്ലാത്ത ലെറ്റേഴ്സ് ഉണ്ടല്ലോ, അതാണ് ബോഡി ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. എ, സി, ഇ, എം, എൻ, ഒ, ആർ, എസ്, യു, വി, ഡബ്ല്യു അതിനൊക്കെ എന്താണ് ഹെഡും ടെയിലും ഇല്ല അല്ലേ. അപ്പം അതാണ് ബോഡി ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അപ്പായിട്ട് വരുന്ന ലെറ്റേഴ്സ് എന്ന് പറയുന്നത് ബി, ഡി, എച്ച്, ടി അതൊക്കെ അപ്പാണ്. പിന്നെ ഡൗൺ സ്ട്രോക്ക് ഡൗൺ ആയിട്ട് വരുന്നത് ജി, ജെ, പി, ക്യു. അപ്പോൾ അലൈൻമെൻറ്റ് എപ്പോഴും നല്ല കറക്റ്റ് ആയിട്ടായിരിക്കാനായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഹാൻഡ് റൈറ്റിംഗ് ഹാൻഡ് റിട്ടൺ ചെയ്യുമ്പോഴും. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് റൈറ്റിംഗ് കാണുമ്പോൾ ഒരു ഭംഗിയില്ലാണ്ടായിരിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സൈസ് ആൻഡ് സ്പേസിങ്. അതായത് കറക്റ്റ് സ്പേസിങ് കറക്റ്റ് അല്ല, സൈസ് കറക്റ്റ് അല്ല. ഓരോ ലെറ്ററും ഒരു ലെറ്റർ ഇപ്പം നമ്മളൊരു ഹെലോ എന്ന് പറഞ്ഞിട്ടൊരു ഇത് എഴുതുമ്പോൾ ഫസ്റ്റ് ലെറ്റർ നമ്മൾ ക്യാപിറ്റൽ എഴുതി, ഇ എന്ന് പറയുന്നത് ഒരു സൈസിൽ, അത് കഴിഞ്ഞിട്ട് എൽ, എം, ബോഡി ലെറ്റേഴ്സ് ഒക്കെ ഒരേ സൈസ് ആയിരിക്കണം. അപ്പ് സ്ട്രോക്ക് ലെറ്റേഴ്സ് ഒക്കെ ഒരേ ഹൈറ്റിൽ വരണം, ഡൗൺ സ്ട്രോക്ക് ഒക്കെ ഒരേ ഹൈറ്റിൽ വരണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ അപ്പോൾ ഹാൻഡ് റൈറ്റ് കുറച്ചും കൂടെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ്
ഭംഗിയായിട്ട് വരും. അപ്പം നമ്മളിങ്ങനെ മക്കളോടൊക്കെ ഇപ്പോൾ സ്കൂളിൽ ടീച്ചേഴ്സ് ആയാലും എന്താണ് എപ്പോഴും നമ്മൾ പറയാ നീറ്റായിട്ട് എഴുതി കൂടെ എന്ന് ടീച്ചേഴ്സൊക്കെ എപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യമാണല്ലേ. അപ്പോൾ പക്ഷെ നമുക്ക് അവർക്ക് കുറച്ച് ടിപ്സുകളുണ്ട്, കുറേ ഒരു സയൻറ്റിഫിക് മെത്തേഡിൽ കൂടെ നമുക്ക് ആ ഒരു ടിപ്സുകൾ അവർക്ക് പഠിപ്പിച്ച് കൊടുത്തുകൊണ്ട് നമുക്ക് അവരുടെ ഹാൻഡ് റൈറ്റിങ് അടിപൊളിയാക്കാനായിട്ട് പറ്റും. അപ്പോൾ സൈസും സ്പേസിങ്ങും ശ്രദ്ധിക്കുക. അതുപോലെ സ്പേസിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു വേർഡ് കഴിഞ്ഞിട്ട് അടുത്ത വേർഡ് എഴുതി പിന്നത്തെ വേർഡ് എഴുതി, അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന ആ ഒരു ഗ്യാപ്പ് കറക്റ്റ് ആയിട്ടിരിക്കാനായിട്ട് ഇതൊക്കെ നമുക്ക് പ്രാക്ടീസിൽ കൂടെ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരുപാട് പ്രാക്ടീസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഡെയിലി ഇപ്പം നമ്മൾ കുറേ നേരം ഇരുന്നിട്ട് ഒരുപാട് എഴുതണേക്കാളും പകരം കുറച്ച് നേരം ഡെയിലി ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ആത്മാർത്ഥമായിട്ട് നമ്മൾ ആ ഒരു ഇതിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു 10-20 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ ഭയങ്കരമായിട്ട് മാറ്റം ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സൈസും സ്പേസിങ്ങും ഒക്കെ കറക്റ്റ് ആക്കാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ ആ ഒരു ഭംഗിന് മനോഹരമായിട്ടുള്ള ഒരു ഹാൻഡ് റൈറ്റിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോ ലെറ്ററിൻ്റെ സൈസും അതുപോലെ സ്പേസിങ്ങും. ചിലവരൊക്കെ കാണും ഇങ്ങനെ ഭയങ്കരമായിട്ട് അടുപ്പിച്ച് എഴുതുന്നത്, അപ്പോൾ അത് നമുക്ക് വായിക്കാനേ തന്നെ തോന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ പേപ്പർ ചിലപ്പോൾ നമ്മൾ എക്സാം ഒക്കെ എടുത്തിട്ട് എനിക്ക് പേപ്പർ നോക്കാന്ന് പറയുന്നത് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ്. അതിൽ കൂടെ ചില കുട്ടികളുടെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര മോശമായിരിക്കും. ചിലപ്പോൾ അവർ ആൻസറൊക്കെ എഴുതിയിട്ടുണ്ടാവും, പക്ഷെ അപ്പം നമുക്ക് തിരക്കുള്ള നേരത്തേക്കാണെങ്കിൽ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നീറ്റായിട്ട് എഴുതി വെക്കണവരുടെ പേപ്പർ എടുത്ത് വേഗം വേഗം മാറ്റി വയ്ക്കും. എന്നിട്ട് ആ ഒരു തിരക്കുള്ള സമയത്ത് അത് വേഗം വേഗം വായിച്ചിങ്ങനെ മാർക്ക് കിട്ടും. പിന്നെ ബാക്കി അതായത് അത്ര ക്ലിയർ അല്ലാണ്ട് ഒക്കെ എഴുതി വെക്കണവരുടെ നമുക്കൊന്ന് ശരിക്കും നോക്കേണ്ടി വരും. നമുക്ക് വായിക്കാൻ അത്ര പെട്ടെന്ന് ക്ലാരിറ്റി ഇല്ല, റീഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു പേപ്പർ ചിലപ്പോൾ ഒരു ആൻസർ എഴുതിയിട്ടുണ്ടാവും, പക്ഷെ നമ്മളതൊന്ന് മെനക്കെട്ടിരുന്ന് നോക്കണം. അപ്പോൾ എല്ലാവരും ചിലപ്പോൾ എല്ലാ സമയത്തും അത് ചെയ്തൊന്നിരിക്കില്ല, വേഗം വേഗം നമുക്ക് വേറെ എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളുടെ എക്സാമിനായാലും ഈ ഒരു കുട്ടികൾക്കൊക്കെ ആയാലും ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് അക്കാദമിക് ലെവലിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഒരു നല്ലൊരു ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടാവുക എന്നുള്ളത് തന്നെ ഇപ്പോൾ കുട്ടികളിലായാലും അവരുടെ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാണ്. ഇപ്പം ഞാനിവിടെ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ ബാച്ചും ചെയ്യാറുണ്ട്. അപ്പോൾ അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മോശമായിട്ട് ഹാൻഡ് റൈറ്റിംഗ് വരുന്ന കുട്ടികൾ വരാറുണ്ട്, പക്ഷെ അവർക്ക് കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്തിട്ട് അവർക്ക് ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുമ്പോൾ തന്നെ ഭയങ്കര കോൺഫിഡൻസ് ആണ് അവർക്ക്, അവരുടെ മുഖത്ത് തന്നെ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ കോഴ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും കുറേ ദിവസമൊക്കെ എത്തുമ്പോൾ ഒന്ന് അന്വേഷിക്കും എന്താണ് എങ്ങനെ പോകണമെന്നൊക്കെ അന്വേഷിക്കുമ്പോൾ പാരൻസ് പറയും ഇപ്പോൾ അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. കാരണം ഹാൻഡ് റൈറ്റിംഗ് ആ ഒരു ഭംഗിയായപ്പോൾ അവർക്ക് ആ ഒരു മാറ്റം വന്നപ്പോൾ അവർക്ക് തന്നെ ഭയങ്കര ഇതായി. അപ്പോൾ അതിങ്ങനെ കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്, ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടെന്ന് പറയാം. അപ്പോൾ നമ്മൾ വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ എളുപ്പത്തിൽ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ് ആക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ സൈസും ഷേപ്പും ശ്രദ്ധിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഭയങ്കര ഫാസ്റ്റായിട്ട് നമ്മൾ എഴുതാനും പാടില്ല, ഭയങ്കര സ്ലോ ആയിട്ട് എഴുതാനും പാടില്ല. ഭയങ്കര ഫാസ്റ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവാനും പിന്നെ ഭയങ്കര റഷ്ഡായിട്ട് ഫീൽ ചെയ്യാനും ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ അപ്പ് സ്ട്രോക്ക് ഡൗൺ സ്ട്രോക്ക് ബോഡി ലെറ്റർ ഒന്നും ഭയങ്കര ഫാസ്റ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ അതത്ര ഭംഗിയായിട്ട് വരില്ല അല്ലേ. അപ്പോൾ ഭയങ്കര ഫാസ്റ്റായിട്ട് എഴുതിയാലും ഭയങ്കര സ്ലോ ആയിട്ട് എഴുതിയാലും അത് നമ്മളുടെ ഹാൻഡ് റൈറ്റ് പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യും. സ്ലോ ആയിട്ട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എക്സാമിനൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മളുടെ ഇതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് എഴുതാനായിട്ട് നമുക്ക് കഴിയില്ല അല്ലേ. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഒരു റെഗുലർ പ്രാക്ടീസിൽ കൂടെ നമുക്ക് നന്നാക്കാൻ പറ്റുന്ന ഒരു സ്കില്ലാണ് ഈ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയാം. ഇപ്പം നമ്മൾ പറഞ്ഞു 15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് ഹാൻഡ് റൈറ്റിംഗ് നല്ല മനോഹരമാക്കാനായിട്ട് നമുക്ക് പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കുറേ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ ഗ്രിപ്പ് ശ്രദ്ധിക്കുക, പിന്നെ സിറ്റിംഗ് പോസ്ചർ ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ നമ്മളുടെ നോട്ട്ബുക്കൊക്കെ വെക്കുന്ന രീതികൾ അത് ശ്രദ്ധിക്കുക, പിന്നെ ലെറ്ററിൻ്റെ അലൈൻമെൻറ്റ് ശ്രദ്ധിക്കുക, സൈസ് സ്പേസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ ഹാൻഡ് റൈറ്റിങ്ങിൽ നമുക്ക് നല്ല മാറ്റം ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു കുറച്ച് പ്രാക്ടീസുകൾ നമ്മൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ടുള്ള പ്രാക്ടീസുകളാണ്, എല്ലാവർക്കും ചെയ്യാനായിട്ട്. ഇപ്പോൾ കുട്ടികളിലായാലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രാക്ടീസുകളാണ് വരുന്നത്. അവർക്ക് ബോറടിക്കുന്ന തരത്തിലുള്ള
പ്രാക്ടീസ് ഒന്നുമല്ല. അവർക്ക് സിമ്പിളായിട്ട് അത് ചെയ്തിട്ട് അവരുടെ ഹാൻഡ് റൈറ്റിംഗ് തന്നെ ഒരു 1 വീക്കിൽ തന്നെ നമുക്ക് ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണാനായിട്ട് പറ്റുന്നുള്ള ഒരു സയൻറ്റിഫിക് മെത്തേഡാണ് നമ്മളുടെ ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിക്കാം. 1 സെക്കൻഡേ. നോട്ട്ബുക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ എല്ലാവർക്കും? യെസ്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, നമ്മൾക്ക് കുറച്ച് സിമ്പിളായിട്ടുള്ള കുറച്ച് പ്രാക്ടീസുകളുണ്ട്. ഈ പ്രാക്ടീസിൽ കൂടെ നമുക്ക് നമ്മളുടെ ലെറ്റർ നമ്മളുടെ പ്രാക്ടീസ് എങ്ങനെയാണ് വരാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ കുറച്ച് സ്ട്രോക്കുകളുണ്ട്. സ്ട്രോക്കുകൾ എന്ന് പറയുന്നത് നമ്മളുടെ സൈസും ഷേപ്പും ആംഗിളും അലൈൻമെൻ്റ് ഒക്കെ കറക്റ്റായിട്ട് വരാനായിട്ടുള്ള കുറച്ച് പ്രാക്ടീസുകളുണ്ട്. 3-4 പ്രാക്ടീസുകളുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഓരോ ലെറ്ററും എഴുതിച്ചുകൊണ്ടുള്ള ഒരു പ്രാക്ടീസാണ് പിന്നീട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേർഡ്സ്, പിന്നെ സെൻറ്റൻസ്, പിന്നെ പാരഗ്രാഫ്, ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ പ്രാക്ടീസുകൾ പോണത്. അപ്പോൾ ഈ സ്ട്രോക്ക് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ ലെറ്ററും വേർഡ്സും പാരഗ്രാഫും സെൻറ്റൻസൊക്കെ നല്ല ഭംഗിയിലായിട്ട് ഭംഗിയിലായിട്ട് വരാനായിട്ടുള്ളതാണ് ഈ ഒരു സ്ട്രോക്ക് വെച്ചിട്ടുള്ള ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഇതിൽ ഫസ്റ്റ് വരുന്ന നമ്മളുടെ പ്രാക്ടീസ് എന്ന് പറയുന്നത് എൻ ഷേപ്പ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രാക്ടീസാണ്. ഈ എൻ ഷേപ്പ്ഡ് പ്രാക്ടീസിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മുടെ ലെറ്ററിൻ്റെ അടിഭാഗവും മോൾഭാഗം, അതായത് ബോഡി ലെറ്റർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഏതൊക്കെയായിരുന്നു ബോഡി ലെറ്റർ എന്ന് പറയുന്നത്? A, C, E, M, N, ഇതൊക്കെയാണ് ബോഡി ലെറ്റർ എന്ന് പറയുന്നത്. ഈ ബോഡി ലെറ്ററിൻ്റെ മുകളിലത്തെ ഭാഗം കണ്ട, ഈ മുകളിലത്തെ ഭാഗവും അടിയിലത്തെ ഭാഗവും ഒക്കെ അതിൻ്റെ ആ ഒരു ഷേപ്പ് കറക്റ്റ് ആവാനായിട്ടുള്ള ഒരു പ്രാക്ടീസാണ് എൻ ഷേപ്പ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എൻ ഷേപ്പ്ഡ് പ്രാക്ടീസിൽ നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് നമ്മളുടെ ലെറ്റർ എൻ ഉണ്ടല്ലോ, ആ ഒരു എൻ, പിന്നെ ആ ഒരു എന്നിൻ്റെ ആ ഒരു പ്രാക്ടീസാണ്. ഇപ്പം നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ വന്നിട്ട് എൻ എഴുതി, പിന്നെ വീണ്ടും എൻ എഴുതി, ഇങ്ങനെ എഴുതാം, പിന്നെ ഇങ്ങനെ എഴുതാം. ഇങ്ങനെ സ്ലോവിലാണ് പ്രാക്ടീസുകളൊക്കെ ആദ്യം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ലോ പ്രാക്ടീസാണ് എൻ ഷേപ്പ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രാക്ടീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊരു 2-3 ദിവസം ഈ ഒരു എൻ ഷേപ്പ്ഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഈ എൻ ഷേപ്പ്ഡ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബോഡി ലെറ്ററിൻ്റെ ഷേപ്പ് കറക്റ്റ് ആവാനായിട്ടുള്ള, ഷേപ്പ് നല്ല ഭംഗിയിൽ വരാനായിട്ടുള്ളൊരു പ്രാക്ടീസാണ് എൻ ഷേപ്പ്ഡ് എന്ന് പറയുന്നത്. പിന്നത്തെ പ്രാക്ടീസ് വരുന്നത് യു ഷേപ്പ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രാക്ടീസാണ്. യു ഷേപ്പ്ഡ് എന്ന് പറയുന്നത് ബോഡി ലെറ്ററിൻ്റെ അടിഭാഗം നന്നാവാനായിട്ടുള്ള പ്രാക്ടീസിന്. ഇപ്പോൾ യു ഷേപ്പ്ഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ യു പോലെ നമ്മൾ എഴുതും, ഇതുപോലെ എഴുതും. ഇതാണ് യു ഷേപ്പ്ഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾക്ക് ഇത് കാണുമ്പോൾ തോന്നും ഇതൊക്കെ എന്താ ഇപ്പം ഇത്ര വലിയ ഇതെന്ന് തോന്നും. പക്ഷേ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, നമ്മളുടെ ആ ഒരു ഡെയിലി ആ ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു ലെറ്ററിൻ്റെ ആ ഒരു ഷേപ്പ് നല്ല ഭംഗിയായിട്ട് വരും. അതായത് നമ്മുടെ ബോഡി ലെറ്ററിൻ്റെയൊക്കെ അടിഭാഗം നല്ല ഷേപ്പ് വരാനായിട്ടുള്ള ഒരു പ്രാക്ടീസാണ് ഈ യു ഷേപ്പ്ഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ആങ്കിൾ കറക്റ്റ് ആവാനായിട്ടുള്ളൊരു പ്രാക്ടീസ്. അതായത് ഇപ്പം നമ്മൾ 3 രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? ഇപ്പം വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പം ഇതുപോലെ ലെഫ്റ്റിലേക്ക് ആംഗിളായിട്ട് എഴുതാം. ഇപ്പം ഞാനൊരു വേർഡ് എഴുതാം, ഹലോ. ലെഫ്റ്റിലേക്ക് ആംഗിളായിട്ട് എഴുതാം. ദെൻ സ്ട്രെയിറ്റ് ആംഗിൾഡ് ആയിട്ട് എഴുതാം, HELLO. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? റൈറ്റിലേക്ക് ആംഗിൾഡ് ആയിട്ട് എഴുതാം. ഇതിൽ ഏതാണ് കറക്റ്റ്? എങ്ങനെ എഴുതുന്നതാണ് കറക്റ്റ്? സ്ട്രെയിറ്റ് ആയിട്ട് എഴുതുന്നല്ലേ? സ്ട്രെയിറ്റ് ആയിട്ട് എഴുതുന്നത് കറക്റ്റാണ്.
പിന്നെ ഈ റൈറ്റ് ആംഗിൾഡ് ആയിട്ട് എഴുതുന്നതും കറക്റ്റാണ് അല്ലേ. ഈ ലെഫ്റ്റ് ആംഗിൾഡ് ആയിട്ട് എഴുതുന്നത് റോങ് ആണ്. അപ്പോൾ ഇത് രണ്ടും കറക്റ്റാണ്. സ്ട്രെയിറ്റ് ആംഗിൾ ആയിട്ട് എഴുതുന്നതും റൈറ്റ് ആംഗിൾ ആയിട്ട് എഴുതുന്നതും കറക്റ്റാണ്. പക്ഷെ നമുക്ക് കൂടുതൽ സ്പീഡ് കിട്ടാനും പിന്നെ നമ്മൾ കേഴ്സീവ് റൈറ്റിംഗ് ഒക്കെ എഴുതുമ്പോൾ ആ ഒരു എഴുതിയത് നല്ല നീറ്റായിട്ടും ഭംഗിയായിട്ട് തോന്നാനൊക്കെ നമുക്ക് കൂടുതൽ നല്ലത് ഈ ഒരു ജസ്റ്റ് ചെറുതായിട്ട് സ്ട്രെയിറ്റിലേക്ക് ആംഗിളായിട്ട് എഴുതുന്ന ആ ഒരു പ്രാക്ടീസാണ്. അപ്പം നമുക്ക് ചിലപ്പോൾ തോന്നും സ്ട്രെയിറ്റ് ആയിട്ട് എഴുതി ഒരു പെട്ടെന്ന് റൈറ്റ് ആയിട്ട് എഴുതുമ്പോൾ ശരിയാവുമെന്ന്. പക്ഷെ നമ്മളതൊരു പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അതായത് ഇതൊക്കെ റെഡി ആയിട്ട് വരുന്നുള്ളതാണ്. അപ്പോൾ ഒരു കൂടുതൽ സ്ട്രെയിറ്റ് ആയിട്ട് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇപ്പം സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കായാലും കുറച്ച് സ്പീഡിൽ എഴുതാനായിട്ട് നമുക്ക് റൈറ്റ് ആംഗിൾഡ് ആയിട്ടും പിന്നെ കേഴ്സീവ് ഒക്കെ എഴുതുമ്പോൾ നല്ല ഭംഗിയിൽ വരാനായിട്ടും റൈറ്റ് ആംഗിൾഡ് ആയിട്ട് എഴുതുന്നതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് പറയുന്നത്. അപ്പം ഇതാണ് ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു പ്രാക്ടീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ആ ഒരു പ്രാക്ടീസ് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇതുപോലുള്ള പോലത്തെ സ്ലാൻഡുകൾ പ്രാക്ടീസ് ചെയ്യിക്കും. ഈ ഒരു സ്ലാൻഡിങ്ങിൻ്റെ ഒക്കെ ഒരു പ്രാക്ടീസ് വരുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് വരുന്ന പ്രാക്ടീസ് എന്ന് പറയുന്നത് ഓ ഷേപ്പ്ഡ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് വരുന്നുണ്ട്. ഓ ഷേപ്പ്ഡ് എന്ന് പറയുന്നത് നമ്മളുടെ ആ ലെറ്ററിൻ്റെ സൈസ് ഓക്കെ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസാണ് ഓ ഷേപ്പ്ഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഓ ഷേപ്പ്ഡ് എന്ന് പറയുന്നത് ഇതുപോലെ നമ്മൾ ഓ പോലെ എഴുതും, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓ ഷേപ്പ്ഡ് പ്രാക്ടീസാണ് ഇത് വരുന്നത്. ഇത് നമ്മളുടെ ലെറ്ററിൻ്റെ സൈസ് ഒരേ സൈസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസാണ് ഓ ഷേപ്പ്ഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എൻ ഷേപ്പ്ഡ്, യു ഷേപ്പ്ഡ്, ഓ ഷേപ്പ്ഡ് പിന്നെ ഈ അലൈൻമെൻറ്റ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസുകളൊക്കെ ഒരു 1 വീക്ക് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ശരിക്കും ഭയങ്കരമായിട്ട് മാറ്റങ്ങളുണ്ടാവും. ഹാൻഡ് റൈറ്റിങ്ങിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. പിന്നെ വരുന്നത് ഇതൊക്കെയാണ് നമ്മൾ നോർമൽ പ്രിൻ്റ് ലെറ്റേഴ്സ് ഭംഗിയാവാനായിട്ടുള്ള പ്രാക്ടീസുകൾ. മെയിനായിട്ട് നമ്മൾ 2-3 ഇനിയുണ്ട് പ്രാക്ടീസുകൾ, 2-3 ഇപ്പം ജസ്റ്റ് ഞാൻ കാണിച്ചു തന്നതായിരുന്നു കേട്ടോ. ഇതൊക്കെയാണ് ഈ സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഈ എൻ ഷേപ്പ്ഡ് ഇതൊക്കെ ഉണ്ടല്ലോ, ഇതിനൊക്കെയാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നത്. അതുപോലെ ഈ ഇതുപോലത്തെ സ്ലാൻഡ് ലൈൻ ഇതിനൊക്കെയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കേഴ്സീവ് ഭംഗിയാവാനായിട്ടുള്ള പ്രാക്ടീസുകൾ ചെയ്യുന്നുണ്ട്. കേഴ്സീവ് ഭംഗിയാവാനായിട്ട് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രാക്ടീസുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോയിനിങ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം. കണക്ഷൻസ് ഒക്കെ വരുന്നുണ്ട് അല്ലേ. കേഴ്സീവ് റൈറ്റ് എഴുതുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഭയങ്കര കേഴ്സീവിൽ പ്രാക്ടീസ് നമ്മൾ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നത് ഭയങ്കര നല്ലതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേഴ്സീവിൽ എഴുതുമ്പോൾ നമുക്ക് നല്ല നോർമലായിട്ട് എഴുതുന്നതിനേക്കാളും നല്ല സ്പീഡിൽ എഴുതാനായിട്ട് കേഴ്സീവ് പറ്റും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കണക്ഷൻസ് ഇങ്ങനെ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ആ ഒരു ക്രിയേറ്റിവിറ്റിയും സംഭവങ്ങളൊക്കെ ഇമ്പ്രൂവ് ആവുന്നുള്ളതാണ് ഈ കേഴ്സീവിൽ എഴുതുമ്പോഴുള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഈ കേഴ്സീവിൻ്റെ ഒത്തിരി 2-3 പ്രാക്ടീസിൽ നമുക്ക് വരുന്നുണ്ട്. അതായത് പോലത്തേക്ക് ഇങ്ങനെ ഇതുപോലെ ലൂപ്പ് ഇങ്ങനെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് കേഴ്സീവ് എഴുതുമ്പോൾ നമ്മളിങ്ങനെ ഇതായി പോകണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസുകളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ സ്ട്രോക്ക് എന്നാണ് ഈ സാധനങ്ങളൊക്കെ പറയുക. പിന്നെ നമ്മൾ സിഗ്സാഗ് എന്ന് പറഞ്ഞിട്ടതാ ഇങ്ങനെ ലൈൻ ഇതുപോലെ ലൈൻ ഇട്ട് ഇങ്ങനെ ഇതുപോലത്തെ പ്രാക്ടീസുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. സിഗ്സാഗ് എന്ന് പറഞ്ഞിട്ട് സ്ട്രെയിറ്റും സ്ലാൻഡും ആയിട്ടുള്ള ലൈൻസുകൾ വരച്ചിട്ടുള്ള പ്രാക്ടീസ്. ഈ സിഗ്സാഗ് ഒക്കെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു കണക്ഷൻ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മളൊരു കേഴ്സീവ് എഴുതുമ്പോൾ കണക്ഷൻ കറക്റ്റ് ആയിരിക്കണം അല്ലേ. ഇപ്പം നമ്മൾ കേഴ്സീവിൽ ഇപ്പം നമ്മളൊരു വേർഡ് എഴുതി, ഇപ്പോൾ എം കണക്ഷൻ ഇട്ടല്ലേ, O T കണക്ഷൻ ഇട്ട് H കണക്ഷൻ ഇട്ട് ER. അപ്പോൾ കണക്ഷനിൽ മദർന്ന് നമ്മളിപ്പോൾ എഴുതി. ഇപ്പം നമ്മൾ കണക്ഷൻ ഇല്ലാണ്ട് നമ്മൾ എഴുതുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മദർന്ന് എഴുതുമ്പോൾ ഇങ്ങനെയല്ലേ, MOTHER. അപ്പോൾ ഈ ഒരു കണക്ഷൻ ഇതിൻ്റെ ഇടയിലുള്ള ഒരു കണക്ഷനൊക്കെ കറക്റ്റ് വരാൻ വേണ്ടിയിട്ട് സ്മൂത്തായിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസാണ് ഈ ഒരു സിഗ്സാഗിൻ്റെ പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം പ്രാക്ടീസുകളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറച്ച് ദിവസം ചെയ്യുമ്പോൾ തന്നെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ എഴുതുമ്പോൾ ആ ഒരു ഇത് കീപ്പ് ചെയ്തിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നല്ല സ്പീഡും ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് വരും. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഇതിൽ ചെയ്യേണ്ട പ്രാക്ടീസുകൾ പറയണത് കേട്ടോ. അപ്പം നമ്മൾ ഈ പ്രാക്ടീസുകളൊക്കെ ഒരു 20 മിനിറ്റെങ്കിലൊക്കെ ഇരുന്നിട്ട് 10-15-20 മിനിറ്റൊക്കെ ഇരുന്നിട്ട് നമ്മൾ ഈ പ്രാക്ടീസുകളൊക്കെ ചെയ്യുമ്പോൾ ഹാൻഡ് റൈറ്റിങ്ങിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരിക്കും. പിന്നെ ഇത് കൂടാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ എക്സസൈസുകളുണ്ട്. അതായത് ഹാൻഡ് കൊണ്ടുള്ള ഹാൻഡ് മസിൽസൊക്കെ സ്ട്രോങ് ആവാനായിട്ടുള്ള എക്സസൈസുകളുണ്ട്. ഇപ്പോൾ ടീച്ചേഴ്സ് ആയാലും കുട്ടികൾ ക്ലാസ് റൂമിലൊക്കെ നമ്മൾ നോട്ട്സൊക്കെ കൊടുക്കുമ്പോൾ
എന്താണ് ഒരുപാട് നോട്ട്സ് ഒരുമിച്ച് കൊടുക്കാണ്ട് നമ്മൾ ഈ കുറച്ച് ടിപ്സുകളൊക്കെ അവരോട് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം തന്നെ അവരുടെ ഹാൻഡ് റൈറ്റിങ് കുറച്ച് കുറച്ച് എഴുതിപ്പിക്കുക. ഡെയിലി കുറച്ച് എഴുതിപ്പിച്ചിട്ട് അവരുടെ ഹാൻഡ് റൈറ്റിങ് നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ആക്കാനായിട്ട് പറ്റും. അപ്പം നമ്മൾക്കൊരു 10-20 ഒരു മാക്സിമം ഒരു 1 മന്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രിൻ്റ് ഹാൻഡ് റൈറ്റിങ്ങും കഴ്സീവ് ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നല്ല ഭംഗിയാക്കിയിട്ട് നമ്മുടെ ഹാൻഡ് റൈറ്റിങ് നല്ല ബെറ്റർ ആക്കാനായിട്ട് പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ പ്രാക്ടീസുകൾ വരുന്നത്. ഹലോ ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? കേക്കാം. കാണാൻ പറ്റില്ല, കേൾക്കാം. ശരി, 1 സെക്കൻഡേ. പറഞ്ഞോളൂ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഹാൻഡ് റൈറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് ഉണ്ടെങ്കിൽ ക്ലാസിന്റെ ടൈം ടേബിൾ അറിഞ്ഞാലോ വലിയ ഉപകാരം. എപ്പോഴാണ് തുടങ്ങുന്നത്? ഹലോ, ക്ലാസ് അത് നമ്മളിപ്പോ ക്ലാസ് എപ്പോഴാണ് തുടങ്ങുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഒന്ന് അറിഞ്ഞാൽ ഉപകാരമായിരുന്നു. ഓക്കെ സാർ, നമ്മളിപ്പോൾ നാളെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഹാൻഡ് റൈറ്റിംഗ് ടീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമായിട്ടുള്ള ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു 2 വീക്സിൻ്റെ ഒരു കോഴ്സാണ് നമ്മളിപ്പോൾ നാളെ ചെയ്യുന്നത്. പിന്നെ നമ്മൾക്ക് ഹാൻഡ് റൈറ്റിംഗ് നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊരു 2 വീക്സാണ് ഉണ്ടാവുക. പിന്നെ നമ്മുടെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സുകൾ 1 മന്ത്, അത് 1 മന്താണ് നമ്മൾ വരുന്നത്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ഉണ്ടായിരിക്കും. അതിപ്പോൾ ഈ ഒരു ക്ലാസ് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്യും. ഇപ്പോൾ ഈ 2 വീക്സിൻ്റെ നമ്മൾ ടീച്ചർ ട്രെയിനിങ്ങിൻ്റെ ഒരു കോഴ്സാണ് ഇപ്പോൾ നാളെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെങ്ങനെയാ ഫീ വരുന്നത് ടീച്ചേഴ്സിനുള്ളത്? അത് ടീച്ചേഴ്സിനുള്ള ഫീ വരുന്നത് 1200 രൂപയാണെന്നാണ്. 1200 രൂപ. പിന്നെ വിമ്പിൾ അലുമിനിയിലുള്ളവർക്ക് 1000 അങ്ങനെയൊക്കെയാണ് വരുന്നത് കേട്ടോ. ഓക്കെ. ഇത് നമ്മൾ പഠിപ്പിക്കുന്ന മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സയൻറ്റിഫിക് മെത്തേഡാണ്. അപ്പോൾ ഇത് ശരിക്കും ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും കുട്ടികൾക്ക്. പിന്നെ ഒരു പ്രാക്ടീസ് ഭയങ്കര ഇഷ്ടമുള്ള പ്രാക്ടീസ്. ഇപ്പം നമുക്കിത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലേ, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള കുറേ എഴുതാനോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ എഴുതിക്കും ഈ സ്ട്രോക്കുകളൊക്കെ ഓക്കെ ആയി വരുമ്പോൾ തന്നെ പിന്നെ അവരുടെ ആ ഒരു ലെറ്ററും വേർഡ്സും പിന്നെ നമ്മളത് കഴിഞ്ഞ് സ്പേസിംഗ് ഒക്കെ കറക്റ്റ് ആക്കിയിട്ട് സെൻറ്റൻസും പാരഗ്രാഫും ഒക്കെ പെട്ടെന്ന് തന്നെ അവർ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റും. പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ വലിയവരായാലും പ്രാക്ടീസുകൾ ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു പ്രാക്ടീസൊന്നും ഇതിൽ വരുന്നുമില്ല. ഓക്കെ മാം. അതേപോലെ ടീച്ചേഴ്സിന്റെ കോഴ്സ് ഉണ്ടല്ലോ 2 വീക്കിന്റെ, അതില് മലയാളം ഇംഗ്ലീഷും വരുന്നുണ്ടോ? ഇല്ല, നമ്മളിപ്പോൾ ഇംഗ്ലീഷിൻ്റെ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇംഗ്ലീഷ് ഹാൻഡ് റൈറ്റിംഗിനെയാണ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് അതിൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സിൽ വന്നു വെച്ച് കഴിഞ്ഞാൽ പ്രിന്റ് ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടായിരിക്കും, കഴ്സീവ് ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടായിരിക്കും, പിന്നെ സ്പീഡ് റൈറ്റിംഗ്, അതായത് സ്പീഡ് കൂടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് എക്സസൈസുകളുണ്ട്. പിന്നെ ഡിസൈൻ ലെറ്ററൊക്കെ കുറച്ചുകൂടെ ഭംഗിയിൽ ഡിസൈൻ ലെറ്ററൊക്കെ ഉണ്ടാവില്ലേ. ഇപ്പം നമ്മൾ വലിയൊരു കാർഡ് ഉണ്ടാക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഡിസൈൻ ലെറ്ററൊക്കെ വെച്ചില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇതും കൊടുക്കണം. അങ്ങനെ 4 ഇതായിട്ടാണ് നമ്മൾ ഇതിൽ ഈ ഒരു കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത്.
മാം പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. വളരെ നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണെങ്കിൽ പോലും ചിലർക്ക് സ്പീഡിൽ എഴുതുമ്പോഴേ കയ്യിൽ വിറയലൊക്കെ വരും. അതായത് എന്റെ സ്പീഡിലല്ല, സ്ലോവിൽ എഴുതുമ്പോഴേ. ഞാനിതുപോലെ സ്കൂളില് +1 പഠിക്കുന്ന സമയത്ത് ഹാൻഡ് റൈറ്റിംഗിന്റെ മത്സരത്തിന് പോയിട്ടുണ്ട്. അപ്പൊ എന്റെ ക്ലാസ്സിൽ തന്നെ എന്നെക്കാൾ നന്നായിട്ട് ഹാൻഡ് റൈറ്റിംഗ് എഴുതുന്ന ഒരുത്തനുണ്ട്. അവനും ഞാൻ ഒരുമിച്ച് മത്സരത്തിന് പോയാൽ ഞാൻ വിചാരിക്കും, ഫസ്റ്റ് പോയപ്പോ തന്നെ വിചാരിച്ചു എന്തായാലും അവൻ തന്നെ ഫസ്റ്റ് കൊണ്ടുപോകുന്നു. പക്ഷെ അവൻ അവിടെ ചെന്നപ്പോ അവനക്ക് എഴുതാൻ പറ്റണില്ല. അവര് ടൈം കൊടുത്തിട്ടുണ്ട്, പിന്നെ അക്ഷരങ്ങള് തെറ്റ് വരാൻ പാടില്ല, ഇത്ര സമയത്തിനുള്ളിൽ തീർക്കാൻ വേണമെന്ന്. ഇവനാണെങ്കിൽ വളരെ പതുക്കെ അങ്ങോട്ട് എഴുതിയിട്ടേ അവന് കൈയൊക്കെ ഭയങ്കര വിറയില്. അങ്ങനെ നൈസായിട്ട് ഞാൻ തന്നെ ഫസ്റ്റ് അടിച്ചിട്ട് വന്നു. മ്യൂട്ടാണ് മാം പറയണത്, മ്യൂട്ടാണ്. ഓക്കെ. അല്ല, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. വളരെ മോശമായിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് ഉള്ള പിള്ളേരെ എങ്ങനെ മാനേജ് ചെയ്യും? നമ്മളെടുത്ത് ഇപ്പോൾ ഞാനത് എടുത്തു വെച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാനത് ഷെയർ ചെയ്തേനായിരുന്നു. നമ്മളെടുത്ത് വരുന്ന ഇപ്പോൾ നമ്മുടെ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ ബാച്ചിൽ വരുന്ന കുട്ടികൾ ഭയങ്കര മോശമായിട്ട് ഉള്ള കുട്ടികളുണ്ട്. തീരെ സ്പേസിങ്ങോ ഒന്നും ഇല്ലാണ്ട് തീരെ നമുക്ക് ടീച്ചേഴ്സിന് തീരെ വായിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പാരൻസ് ഒക്കെ പറയും എത്രയോ നാള് ഇതിൻ്റെ പിറകെ നടന്നത് ശരിയാക്കാൻ നോക്കിയിട്ട് അത് ശരിയാവണില്ല. പക്ഷെ നമ്മളുടെ ഈ ഒരു മെത്തേഡ്, പിന്നെ നമ്മൾ ആ കുട്ടികളെ എൻഗേജ് ചെയ്ത് ആ ഒരു ഇതിൽ പഠിപ്പിക്കുമ്പോൾ അവർ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. ഇതൊരു സയന്റിഫിക് മെത്തേഡ് ആണ്. എന്തായാലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും എന്നുള്ളതാണ്, മുമ്പത്തേക്കാളും ഇമ്പ്രൂവ്മെന്റ് എന്തായാലും ഉണ്ടാവും എന്നുള്ളത് 100% ഉറപ്പാണ്. ഞാൻ അതിന്റെ ഫീഡ്ബാക്കുകളൊക്കെ വേണമെങ്കിൽ ഇതിൽ ഷെയർ ചെയ്യാം, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. നമ്മൾക്ക് അവർക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ കറക്റ്റ് പ്രാക്ടീസ് ആയിട്ട് അവർ കൊടുക്കുമ്പോൾ, ഡെയിലി ഓരോ പ്രാക്ടീസ് വെച്ച് ഇങ്ങനെ കൊടുക്കുമ്പോൾ അതിങ്ങനെ അവരെന്നെ അറിയില്ല അവരുടെ ഹാൻഡ് റൈറ്റിംഗ് റെഡിയായി വരുന്നത്. ഇവിടെ ടീച്ചേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലൊക്കെ ഉണ്ടോ? മാം ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇതിന് ഏജ് ഒരു വിഷയമാണ്. മീൻസ് ചെറുപ്പത്തിൽ ശരിയാക്കി എടുക്കണം, അല്ലെങ്കിൽ ഒരു സമയം അങ്ങനെ ലിമിറ്റ് ഉണ്ടോ? ഏജ് ലിമിറ്റ് ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല സാർ. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അത് റെഡിയാവും. ഇപ്പൊ നമ്മള് പറയൂല, കുറച്ചുകൂടെ ഏജ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പഠിക്കാനായിട്ട് തലയിൽ കയറാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറയില്ലേ. നമുക്ക് അങ്ങനെ ഒരു ടോക്ക് ഉണ്ട് കുറച്ച് ഏജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. പക്ഷെ നമ്മൾ ആ ഒരു ഡെയിലി ആ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളിങ്ങനെ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്താണത് പറ്റുന്നുള്ളതാണ്. നമുക്കൊക്കെ ഒരു ഇതുണ്ട്, ചെറിയ കുട്ടി ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കണം, ആ സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് നമുക്കൊരു കാര്യങ്ങൾ തലയിൽ കയറാൻ പഠിക്കാൻ പറ്റുക എന്നൊക്കെ ഉള്ളവർ. പക്ഷെ നമ്മളതൊരു കൺസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഏജ് ഒന്നും പ്രശ്നമല്ല. ഇപ്പോൾ ഒരു 90 വയസ്സായാലും 70 വയസ്സായാലും പ്രശ്നമൊന്നുമല്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡിയാക്കാനായിട്ട് പറ്റും. അതുപോലെ നമ്മളിപ്പോൾ റൈറ്റ് ഹാൻഡ് കൊണ്ട് എഴുതുന്ന ഒരാള് ഒരു പേഷന്റെ ഭാഗമായിട്ട് ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിക്കുക, ലെഫ്റ്റ് ഹാൻഡ് പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പൊ അതിനെന്തെങ്കിലും കോംപ്ലിക്കേഷൻ വരാൻ ചാൻസ് ഉണ്ടോ? മീൻസ് അങ്ങനെ എന്തായാലും ലെഫ്റ്റ് ഹാൻഡോട് തന്നെ ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് തുടക്കത്തിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്ന് അത് റെഡി ആയി വരൂല. പിന്നെ നമ്മളത് പ്രാക്ടീസ് ചെയ്തിട്ടത് റെഡി ആയിട്ട് വരും. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് ഹാൻഡ് കൊണ്ട് എഴുതണവര് ഒന്ന് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എഴുതി നോക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സ്ട്രഗിൾ ഉണ്ടല്ലോ, അത് തന്നെ ഒരുപാട് കുട്ടികൾ ഫേസ് ചെയ്യുന്നുണ്ട്. നമ്മൾക്കത് അറിയണില്ല, നമുക്ക് അവർക്ക് എഴുതാൻ പറ്റണില്ല. ഇപ്പൊ ഫൈൻ മോട്ടോർ സ്കില്ല് കുറവായിട്ട്, അതായത് കുട്ടികളുടെ ആ ഒരു ഫിംഗറിന്റെ മസിൽസ് ഒന്നും സ്ട്രോങ് അല്ലാത്തതുകൊണ്ട്, പിന്നെ അവർക്ക് ആ ഒരു കൺട്രോൾ കിട്ടാത്തതുകൊണ്ട്, ആ ഫിംഗർ മൂവ്മെന്റ് ശരിയാ ഫൈൻ മോട്ടോർ സ്കിൽ എന്ന് പറയും, അതൊക്കെ കുറവുള്ള കുട്ടികളിലൊക്കെ
എഴുത്ത് ഭയങ്കര പ്രയാസമാണ്. നമ്മൾ പാരൻസ് ഒക്കെ അവരെ എഴുതാനൊക്കെ ഇരുത്തുമ്പോഴായാലും ഭയങ്കരമായിട്ട് വഴക്ക് പറയും. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾക്ക് അതൊക്കെ പ്രാക്ടീസ് ചെയ്യൂടെ, കുട്ടികളെ ഡെയിലി കുറച്ച് നേരം ഇരുത്തി പ്രാക്ടീസ് ചെയ്യിച്ചുകൊണ്ട് നമുക്ക് അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അഡൽട്സിലായാലും നമ്മളുടെ ഹാൻഡ് റൈറ്റിങ് നമ്മൾ പ്രാക്ടീസ് ചെയ്യൂടെ ഇമ്പ്രൂവ് ആക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മളൊക്കെ എഴുത്തുകൾ കുറഞ്ഞു എന്നുള്ളതാണ് വലിയ പ്രശ്നം ഇപ്പോഴത്തെ. മൊത്തത്തിൽ എഴുത്തുകൾ കുറഞ്ഞു. ഓക്കെ താങ്ക് യു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നമുക്കപ്പോൾ വൈൻഡപ്പ് ചെയ്യാല്ലേ? ആർക്കൊന്നും ചോദിക്കാനില്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഷില മാം. ഷില മാം എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു എക്സാം എക്സലൻസിൻ്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? ഞാൻ എക്സാം എക്സലൻസ് ഒന്നും ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നില്ലല്ലേ? അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? Okay, thank you, ma'am. Thank you all.